വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ അമേരിക്കക്കൊക്കെ അതുണ്ട്. ഏതുണ്ടെന്ന് ചോദിച്ചാൽ ഈ മുതിർന്ന പട്ടാളക്കാരെയൊക്കെ സംയുക്തമായി ചേർത്തുകൊണ്ട്, ഇവരാകുമ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണല്ലോ, സംയുക്തമായിട്ട് ചേർത്തുകൊണ്ട് രാജ്യ താല്പര്യം മുൻനിർത്തി പല സംഘടനകളാക്കി അമേരിക്ക വച്ചിട്ടുണ്ട്. പക്ഷെ അതവര് അണ്ടർ കവറിലാണ് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ബ്ലാക്ക് വാട്ടർ സെക്യൂരിറ്റി ഫോം ഒക്കെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്തതാണ്. എറിക് പ്രിൻസിനെയൊക്കെ കുറിച്ച് ചർച്ച ചെയ്തതാണ്. ഈ ടെറർ ആയിട്ടുള്ള അമേരിക്കൻ മുതിർന്ന സൈനികരെയും നേവി ഉദ്യോഗസ്ഥരെയും എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും എല്ലാം ചേർത്തുകൊണ്ട് അവർ വലിയ ഒരു, അതായത് അമേരിക്കയിലെ മറ്റ് ഡിപ്ലോമാറ്റുകൾക്ക്, മറ്റ് രാജ്യത്തുള്ള ഡിപ്ലോമാറ്റുകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എന്നുള്ള രീതിയിലാണ് അവരതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ പിറകിൽ നടക്കുന്ന കളികൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നേപ്പാൾ കലാപവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മളത് പറഞ്ഞു പോയതാണ്. അപ്പോ ഇന്ത്യയിലെ സൈനികരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ സൈനികർ വിരമിച്ചു കഴിഞ്ഞ് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ സൈനികരായാലും പോലീസുകാരായിരുന്നാലും ഈ നാട്ടിലൊരു ചൊല്ലുണ്ട്, വിരമിച്ച് വീട്ടിലിരിക്കുമ്പോൾ പഴയ ആ ഒരു പവർ ഇല്ല എന്നുള്ളതാണ് പല ആൾക്കാരും പറയുന്നത്. ഇപ്പോ നരേന്ദ്രമോദി സർക്കാർ അതിനുള്ള ഒരു തീർപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഈ വിരമിച്ച വീട്ടിലിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള സൈനികർ, ഇപ്പൊ അജിത് ഡോവലൊക്കെ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്, സുരക്ഷാ ഉദ്യോഗസ്ഥനായിട്ട് ഇപ്പോഴും ഡോവല് സജീവമായിട്ടുണ്ട്. എക്സ്പീരിയൻസ് കൂടുന്തോറും, അതായത് വയസ്സ് ആകുന്ന ആ സൈനികർക്ക്, എക്സ്പീരിയൻസ് ഉള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈനികർക്ക് രാജ്യത്തിന്റെ ഈ സുരക്ഷാ വീഴ്ചകൾ അല്ലെങ്കിൽ രാജ്യത്തിന് എവിടെയാണ് പതറിപ്പോകാനുള്ള സിറ്റുവേഷൻ എന്നുള്ള കാര്യം പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പൊ അവരെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ രാജ്യം ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം നടത്തുകയാണ്. ഒരു നിർണായകമായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഇപ്പൊ മതമൗലികവാദ സംഘടനകളുടെ സംഘർഷം, NGO വഴി നമ്മുടെ രാജ്യത്തെ തകർക്കാനുള്ള നീക്കം, പല പല വർഗീയപരമായിട്ടുള്ള സംഘർഷങ്ങൾ നാട്ടിൽ ഇങ്ങനെ പരക്കെ നടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, നടന്നു വരുന്നു. ഒരു യുദ്ധം വരാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നത് ഈ സാഹചര്യത്തിൽ ഒരു NSS എന്ന് പറഞ്ഞ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പ് രൂപീകരിക്കുമ്പോൾ നമ്മുടെ രാജ്യം യഥാർത്ഥത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? പിന്നെ ഇത് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ മുൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള ചിദംബരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരുന്ന് അതെ ചിദംബരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ചിദംബരം പറയുന്നൊരു സാധനം 2008 ഈ താജ് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ തിരിച്ചടി കൊടുത്തില്ല. തിരിച്ചടി കൊടുക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത്, അമേരിക്കക്കാർ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു തിരിച്ചടി കൊടുക്കണ്ട, അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചടി കൊടുക്കാത്തത്. എത്ര നാണം കെട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ചിദംബരം പറഞ്ഞിരിക്കുന്നത് എന്ന് ഓർക്കണം. അതായത് ഓരോ ഭാരതീയനും തല കുനിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇവരാണ് നരേന്ദ്രമോദി ട്രംപ് വിളിച്ച് പറഞ്ഞതുകൊണ്ട് യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ നരേന്ദ്രമോദിയെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജിയും ഈ ചിദംബരത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റും കൂടെ കൂട്ടി വായിക്കുമ്പോൾ ബിജുചേട്ടന് തോന്നുന്നത് എന്താ? ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി നരേന്ദ്രമോദി സർക്കാർ കയറിയ കാലം, അതായത് 2014 മുതൽ നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ BJPയുടെ ഒരു ആശയമായിരുന്നു. അതിനുശേഷം 2018 ശ്രീ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും ഇതിനു വേണ്ടിയിട്ടൊരു രൂപരേഖ, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഇവർ പ്രവർത്തിക്കണം. ഇപ്പോൾ വൈഷ് പറഞ്ഞതുപോലെ അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലുമുണ്ട്. അതായത് നമുക്കിടയിൽ ഇത്തരം വിവരങ്ങൾ ചോർത്തി നൽകാൻ ആളുണ്ടാകും, അല്ലെങ്കിൽ നമുക്കിടയിൽ നടക്കുന്ന നീക്കങ്ങൾ, അതായത് നമ്മൾ എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ ബൂത്ത് തലമാകാം, പഞ്ചായത്ത് തലമാകാം, വാർഡ് തലമാകാം, അവിടെയൊക്കെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ അത് ഇങ്ങനൊരു വിധ്വംസ പ്രവർത്തനം നടക്കുന്നുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കലാപത്തിൽ നീക്കം നടത്തും, ഇതെങ്ങനെ ഏജൻസികളുടെ പക്കൽ നമ്മൾ ഈ വാർത്തകൾ എത്തിക്കും, ഇല്ലെങ്കിൽ ഈ വിവരം എങ്ങനെ ഏജൻസികൾക്ക് കൈമാറാമെന്ന് നമ്മൾ കരുതാറുണ്ട്. നമ്മുടെ റോ പോലുള്ള നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉണ്ടെങ്കിൽ പോലും അടിത്തട്ടിൽ വളരെ മൈനോറിറ്റി ആയിട്ട് കിടക്കുന്ന വളരെ വളരെ താഴെ തട്ടിലുള്ള ഇടങ്ങളിൽ പോലും കടന്നു ചെല്ലാൻ ഒരു പരിമിതികളുണ്ട്. അവർക്കൊക്കെ വലിയ പരിമിതികൾ തന്നെ എല്ലാവർക്കും ഉണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലിയൊരു രാജ്യമാണ്, 140 കോടി ജനമുണ്ട്. അപ്പോൾ എല്ലായിടത്തും അപ്പോൾ അവിടത്തേക്ക് ഒരു സംവിധാനം ആലോചിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ 2018 ശ്രീ അജിത് ഡോവലിന്റെ നേതൃത്വത്തിൽ ഒരു സമിതി, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറഞ്ഞിട്ട് സമിതി രൂപീകരിക്കുകയും അവരൊരു തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും അതിനൊരു രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. ഇപ്പോൾ അത് ഫൈനലൈസ് ചെയ്തിരിക്കുന്നു. ഈ ഡിസംബറിൽ, അതായത് അടുത്ത മാസം അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പുവെച്ചാൽ മാത്രം മതി. എന്താണ് ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ രാജ്യത്ത് മുമ്പ് ബഹുമാന്യ നമ്മുടെ സംയുക്ത കരസേനാ മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞിരുന്നു നമ്മുടെ ശത്രുക്കൾ 2.5 ആണെന്ന്. അന്ന് എല്ലാവരും ചോദിച്ചു എന്താണ് 2.5. അപ്പൊ അദ്ദേഹം കുറച്ചുകൂടെ അതിന് വ്യക്തത വരുത്തി. അദ്ദേഹം പറഞ്ഞു 2 പ്രധാനപ്പെട്ട ശത്രു രാജ്യങ്ങൾ, അത് പാകിസ്ഥാനും ചൈനയുമാണ് ഉദ്ദേശിച്ചത്, അതാണ് 2 എന്ന് ഉദ്ദേശിക്കുന്നത്. 0.5 എന്ന് ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തിനകത്ത് തന്നെ ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന NGOs ഉണ്ട്, മാധ്യമങ്ങളുണ്ട്,
അതുപോലെ തന്നെ സാഹിത്യ സാംസ്കാരിക രംഗത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്നവരുണ്ട്, അർബൻ നക്സലുകളുണ്ട്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ, മതമൗലികവാദ സംഘടനകളുണ്ട്. അപ്പൊ ഇവര് നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ ഇതിനകത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ്. മറ്റവർ പുറത്തുനിന്ന് യുദ്ധം ചെയ്യുന്നു, ഇതകത്ത് നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. അപ്പൊ ഇവരെ കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ രാജ്യത്തിന് ശാശ്വതമായ ഒരു സമാധാനം ഉണ്ടാകൂ. ഇല്ലെങ്കിൽ വലിയ യുദ്ധങ്ങളും മറ്റും നടക്കുന്ന സാഹചര്യങ്ങളിൽ ഇവർ ഈ രാജ്യത്തിനുള്ളിൽ നിന്ന് പണി നടത്തും. നമുക്കറിയാം, ഇപ്പൊ എവിടെയെങ്കിലും ഒരു കലാപം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ യൂട്യൂബർമാരും ഇല്ലെങ്കിൽ കുറെ ബ്ലോഗർമാരും ഒക്കെ ഇറങ്ങിയിട്ട് പറയും, നേപ്പാളിൽ ഇന്ന് നേപ്പാളിൽ, നാളെ ഇന്ത്യയിൽ, ഇന്ന് ശ്രീലങ്കയിൽ, നാളെ ഇന്ത്യയിൽ, ഇങ്ങനെ പറഞ്ഞ്, അതായത് നമ്മുടെ രാജ്യത്തൊരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, രാജ്യത്തെ കരിവാരി തേക്കുക, ഇങ്ങനെയൊക്കെ ഉള്ള ഇത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ട്. അതായത് എങ്ങനെയെങ്കിലും ഈ ഭരണം താഴെ പോകണം. ഏതായാലും ഇതിന് വലിയൊരു സ്വീകാര്യത കിട്ടും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റും ഒരു സുരക്ഷാ വലയമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. ഇതിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, സൈനികരുമുണ്ട്. അങ്ങനെ ഒരു സമിതിയാണിത്. ഇവര് മുകളോട്ട് റിപ്പോർട്ട് ചെയ്യും. ഇവർക്ക് ചില മേഖലകളുണ്ട്. ആ മേഖലകളും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ മേഖലകളിൽ ഒന്ന് എന്ന് പറയുന്നത് സാമ്പത്തിക അസ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, പ്രത്യേകിച്ച് കരിഞ്ചന്ത, ഊഴ്ത്തിവെപ്പ്, കള്ളനോട്ടടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്യുന്നവര്. അതുപോലെ ഹൈബ്രിഡ് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ, അതായത് ഈ ഇതൊക്കെ അതിൽ വരും. നമ്മുടെ സൈബർ തട്ടിപ്പുകൾ, ഇല്ലെങ്കിൽ ഈ ഓൺലൈൻ വഴി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഉള്ള അപവാദ പ്രചരണം, അപവാദമല്ല, ഈ കലാപത്തിനൊക്കെ നടത്തുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളത് വരും. ഈ വാട്സപ്പും ഒക്കെ അതിൽ വരുന്നതാണ്. അതുപോലെ സാങ്കേതിക രംഗത്തെ കാര്യങ്ങൾ, അതായത് സാങ്കേതിക രംഗം എന്ന് പറയുമ്പോൾ അത് വളരെ വിശാലമാണ്. സാങ്കേതിക രംഗം എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ഈ IT ഫീൽഡാണ് നോക്കുന്നത്. പക്ഷെ IT ഫീൽഡ് മാത്രമല്ല, അതൊരു ഒരുപാട് കാര്യങ്ങൾ സാങ്കേതിക വിദ്യയുമായി ബന്ധം, ഈവൻ കറണ്ടിന്റെ ഒരു ടെക്നോളജി പോലും സാങ്കേതിക വിദ്യയുടെ പരിധിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചിലപ്പോൾ ചെറുകിട ജല വൈദ്യുത പദ്ധതികളോ ഇല്ലെങ്കിൽ അതിനെയൊക്കെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നെറ്റ് മാത്രമല്ലല്ലോ ഉള്ളത്, റെയിൽവേ, ഇതെല്ലാം അതിന്റെ അതിന്റെ അണ്ടറിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. റെയിൽവേ നമ്മളിപ്പോൾ സ്ഥിരമായി കാണുന്ന കാര്യം, ട്രെയിനിന് കല്ലെറിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തീവണ്ടിപ്പാളത്തിൽ കൊണ്ട് കമ്പി വെച്ചിട്ട് ട്രെയിൻ മറിക്കാൻ സമ്മതി, ഇതെല്ലാം അതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. ഇതിനൊക്കെ ഹൈ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് മുമ്പോട്ട്. ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ കണ്ടെത്തുകയും അറിയിക്കുവാനുമുള്ള ഒരു സമിതിയാണ് ഈ രൂപപ്പെടുന്നത്. എനിക്ക് തോന്നുന്നത് ധനുഷ് പറഞ്ഞതുപോലെ മുതിർന്ന, വളരെ സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരും ആകുമ്പോൾ അവരെ സംബന്ധിച്ച് ഇതിന് ഈ പണി കുറച്ച് എളുപ്പമായിരിക്കും. കാരണം എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്ക് അത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവർക്കിത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞ കാള വാല് പൊക്കുമ്പോഴേ അവർക്ക് അറിയാൻ കഴിയും. അത്തരം ഒരു സംവിധാനമാണ് ഇത്. നാമൊക്കെ ആഗ്രഹിച്ചിരുന്നു. ഇങ്ങനെ ഒരു സംവിധാനം വരുമ്പോഴാണ് അതിദയനീയമായിട്ട് ഒരു വാർത്ത കൂടി വരുന്നത്. ഇതിനോടുകൂടി നമ്മുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ഇന്ന് പി ചിദംബരം ഇരുന്ന കസേരയിൽ ഇരിക്കുന്ന ആള് ശ്രീ അമിത്ഷായാണ്. ആ പി ചിദംബരം ഇരുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യം എത്രത്തോളം, പി ചിദംബരത്തിന്റെ കാലഘട്ടം, അതിനു മുമ്പുള്ള കാലഘട്ടം എടുത്ത് നമുക്ക് ഈ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഈ രാജ്യത്ത് നടന്ന ഭീകര പ്രവർത്തനങ്ങളുടെയും വിധ്വംസ പ്രവർത്തനങ്ങളുടെയും ഒക്കെ കലാപങ്ങളുടെയും ഒക്കെ കണക്കെടുക്കാം എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം ഇതിനകത്തിരുന്ന് മണിക്കൂറോളം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ഏതായാലും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഞാനൊരു ചെറിയ കണക്ക് പറയാം. ഇവരൊക്കെ കൂടെ അധികാരത്തിരുന്ന സമയത്ത് ചെറിയ കണക്ക്, അതായത് UPA സർക്കാരിന്റെ അവസാനത്തെ 5 വർഷം, 2010 തൊട്ട് 14 വരെ, അതായത് 4 വർഷത്തെ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ 2010 പൂനെയിലെ ഒരു ജർമ്മൻ ബേക്കറിയിൽ ഒരു സ്ഫോടനം നടന്നു, 17 പേര് കൊല്ലപ്പെട്ടു. 2011, എല്ലാ വർഷവും ഉണ്ട് 2011. ഇത് ഞാൻ പറയുന്നത് പ്രധാനപ്പെട്ട സ്ഫോടനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, ചെറുതല്ല. ചെറുത് വേറെ ഉണ്ട്, അത് നമ്മൾ പറഞ്ഞു പോയ ഇഷ്ടംപോലെ പറയാനുണ്ടാകും. 2012 വരുമ്പോൾ, ഈ 2011 വരുമ്പോൾ മുംബൈയിലെ ഓപ്പറ ഹൗസ് ആക്രമണം. 2008 നമ്മുടെ ഈ ഭീകരാക്രമണം നടന്നത് എവിടെയാ? ഈ മുംബൈ താജിലും മറ്റുമൊക്കെ റെയിൽവേ ടെർമിനലിലുമൊക്കെ നടന്ന വെടിവെപ്പും കസബിന്റെ ഒക്കെ കാര്യം 2008 നടന്നതാ. ഇത് 2010 11 കണക്കാണ് ഞാൻ പറഞ്ഞത്. മുംബൈയിലെ ഓപ്പറ ഹൗസിന്റെ ആക്രമണം, 26 പേരാണ് അതിൽ കൊല്ലപ്പെട്ടത്. 2012 വന്നപ്പോഴേക്കും ദില്ലിയിലെ ഇസ്രയേലിന്റെ എംബസിയുടെ ഓഫീസിന്റെ വാതിക്കൽ, അത് എനിക്ക് തോന്നുന്നത് ഈ ഒരു മാരുതി 800 കാർ, പഴയ കാറാ, അത് കൊണ്ടുവന്നിട്ടിട്ട് അതിൽ സ്ഫോടനം നടത്തുകയായിരുന്നു ചെയ്തത്. പക്ഷെ അതിനകത്ത് ഒരാൾക്ക് പരിക്ക് പറ്റുകയേ ചെയ്തുള്ളൂ. പിന്നീട് അതിന്റെ സൂത്രധാരനെ ഇറാനിൽ വെച്ചിട്ട് ഇവര് ഹമാസിന്റെ മുൻപ് കൊലപ്പെടുത്തിയ കൂട്ടത്തിൽ അതിന്റെ സൂത്രധാരനെ ഇവർ ഇസ്രായേലുകാരെ കൊലപ്പെടുത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നായിരുന്നു കോൺഗ്രസ് ഭരിച്ചതെങ്കിൽ ഈ പലസ്തീൻ വിഷയം ഉയർത്തിക്കൊണ്ട് സകലമാന ടീംസും ഈ ഇസ്രായേൽ എംബസിക്ക് മുമ്പിൽ അഴിഞ്ഞാടില്ലായിരുന്നു, അവരുടെ നേരെ ബോംബെറിയില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? സ്വാഭാവികമല്ലേ? ഇസ്രായേൽ ഐക്യദാർഢ്യം രാജ്യം മുഴുവൻ നടന്നതിന് ഇസ്രായേലിന്റെ എംബസിക്ക് ബോംബ് എറിഞ്ഞതിന് ഉറപ്പാണ്. കാരണം 2012 അതിന് സമാനമായി, 2012 അതിനുശേഷവും അവിടെ ആക്രമണം നടന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും നമ്മുടെ ഭാഗ്യത്തിന് അതൊന്നും സംഭവിച്ചിട്ടില്ല, ആർക്കും ഒരു മരണമൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി 2013 നമ്മൾ വരുന്നു. 2013 വരുമ്പോൾ ഹൈദരാബാദിലെ ഇരട്ട സ്ഫോടനം, 17 പേർ കൊല്ലപ്പെട്ടു. ദക്ഷിണേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞു.
2014 വരുന്നു ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സ്ഫോടനം, ഒരാൾ കൊല്ലപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് മദിനിയുടെ സ്ഫോടനമുണ്ട്, പല സ്ഫോടനങ്ങളുണ്ട്, പല പല കഥകളുണ്ട്, ഈ വാർത്തകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോ ഇദ്ദേഹം പറഞ്ഞത് 2008 മുമ്പേ ഭീകരാക്രമണം നടന്നപ്പോൾ ഞങ്ങൾ ആലോചിച്ചു തിരിച്ചടിക്കണം, തിരിച്ചടിച്ചില്ലേ ശരിയാകത്തില്ല എന്ന് ആലോചിച്ചു. അപ്പോ ബാഹ്യമായ ഒരുപാട് സമ്മർദ്ദം വന്നു, ഒരുപാട് പേര്. ഭാഗ്യസമ്മർദ്ദം എന്ന് ഇദ്ദേഹം പറയുന്നെങ്കിലും ഏത് രാജ്യമാണെന്ന് പറയുന്നില്ല. പിന്നീട് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി കോണ്ടലിസ റൈസ് അവരഭ്യർത്ഥിച്ചു ചെയ്യരുത് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, അതാണ് വിവാദമായിരിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ UPA സർക്കാർ ആയതുകൊണ്ട് ഞങ്ങളുടെ മുന്നണി കൂടി തീരുമാനിച്ചു. ഇപ്പൊ UPAയുടെ ഭാഗത്തുനിന്ന് വേണ്ട എന്ന് തീരുമാനം വന്നു. UPAയുടെ അധ്യക്ഷ ആരായിരുന്നു എല്ലാവർക്കും അറിയാം, ശ്രീമതി സോണിയാഗാന്ധി ആയിരുന്നു. അതാണ് BJP-ക്കാർ ചോദിക്കുന്നത്, ഇപ്പൊ സോണിയാഗാന്ധി പറഞ്ഞിട്ടാണോ നിങ്ങൾ ഇത് വേണ്ടെന്ന് വെച്ചത്? അതായത് കോൺഗ്രസിന്റെ സർക്കാരിന്റെ കാലത്ത് അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ മുട്ടിടിച്ചിരുന്നു, ഇപ്പൊ അതില്ല. അതാണ് ഇവിടെ പലർക്കും ചൊറിച്ചില്. നമ്മളിപ്പോ അമേരിക്കയുടെ മുമ്പിൽ മുട്ടിലിടയണം, കാലെ പിടിക്കണം, ഇതാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്ക്, കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ എംബസി ഓഫീസിൽ ചറവറ ബോംബ് പൊട്ടി തന്നെ, അല്ലെങ്കിൽ സ്ഫോടനം നടന്നേനെ. ജൂതന്മാർക്ക് ഈ നാട്ടിൽ കാലുകുത്താൻ പറ്റില്ല, വഴിയിലൊക്കെ കാണും. നമുക്കറിയാം, ഈ കുറച്ചു നാൾക്ക് മുമ്പല്ലേ ഇടുക്കിയില് കുമളി തേക്കടിയില് ഒരു ഷോപ്പില് കയറിയ ഒരു ജൂത ദമ്പതികളെ ഇറക്കി വിടുകയും അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തൊരു കേസ് ഇവിടെ ഇല്ലായിരുന്നു. 2 വർഷം മുമ്പായിരുന്നു കേരളത്തിൽ നടന്ന സംഭവം. ഇതുപോലെ എത്രയിടത്ത് ആക്രമിക്കപ്പെടുമായിരുന്നു. ഇപ്പൊ ഒരു സുരക്ഷയുണ്ട്, വെറുതെ അല്ല മോദി ആൾക്കാർ കയറ്റിയിരുത്തിക്കും, സുരക്ഷയാണ്. ഇതിപ്പോ കോൺഗ്രസിന്റെ കയ്യിലേക്ക് കൊടുക്കണം, ഞങ്ങൾക്ക് പഴയതുപോലെ അഴിഞ്ഞാടണമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത്. ഇപ്പൊ ഏതായാലും ഇങ്ങനെ ഒരു കൗൺസിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല, അത് കൂടുതൽ ശക്തമാക്കുകയാണ്. അതായത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, 2022 ഞാൻ UP ചെല്ലുമ്പോൾ അവിടെ ഒരു ദിവസം ഞാൻ ഒരാളോട് ചോദിച്ചു, ഈ നിങ്ങളുടെ ഗുണ്ടാരാജൊക്കെ, കാരണം ഇതിനു മുമ്പും നമുക്ക് അറിയാവുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ഗുണ്ടാരാജൊക്കെ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് വെച്ചപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചൊരു ചോദ്യം, നിന്റെ പുറകിൽ നീ ഒരു നിഴല് കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. ഞാൻ ചോദിച്ചു അതെന്താന്ന് വെച്ചിട്ട് പറഞ്ഞു, അത് യോഗിയാണ്. അതായത് എല്ലാവരുടെയും പുറകിൽ ഒരു നിഴലുണ്ട് എന്ന് ഒരു രീതി അവിടെ കൊണ്ടുവരാൻ യോഗിക്ക് കഴിഞ്ഞു. അതായത് ഞാനൊരു എന്തെങ്കിലും ഒന്നിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്റെ പിറകിലൊരു നിഴലുണ്ടാകും. ഇപ്പൊ എന്തായി I love you മുഹമ്മദിന്റെ കേസ്, ഇപ്പോൾ 8 പേരെ അറസ്റ്റ് ചെയ്തില്ലേ? അതായത് പാകിസ്ഥാൻ ഭീകര സംഘടനയുടെ നേതൃത്വത്തിൽ UP ഭരണം അട്ടിമറിക്കാൻ വേണ്ടി നടന്ന ഗൂഢാലോചന ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ അറസ്റ്റ് ചെയ്ത ആരൊക്കെയാ? ബംഗ്ലാദേശി പൗരനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമമായിരുന്നു. ഏതായാലും ഒരു വലിയ നീക്കത്തിലേക്കാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു വലിയ നീക്കം എന്ന് തന്നെ പറയാം. രാജ്യത്തിന്റെ മുക്കും മൂലയും ഒക്കെ സെക്യൂരിറ്റി ടൈറ്റ് ആക്കുന്നു, അതൊരു വലിയ നീക്കം തന്നെയാണ്. കാരണം പലപ്പോഴും ഈ പ്രാദേശികമായി നടക്കുന്ന ചെറിയ ചെറിയ സംഘർഷങ്ങളാണ് വലിയ കലാപങ്ങളായി മാറുന്നത്. UP നടന്ന ബറേലിയിൽ നടന്ന ആ ഒരു സംഭവമാണ് പിന്നീട് വലിയ രീതിയിൽ രാജ്യമെമ്പാടും ഗുജറാത്തിലടക്കം ഒരു കലാപത്തിന് തിരികൊളുത്തി വെച്ചിരുന്നു. അപ്പൊ ഈ ചെറിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് കണ്ടെത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പുതിയ ദൗത്യ സംഘത്തിന്റെ ലക്ഷ്യം.